ഹായ് ഫ്രണ്ട്സ്, കംപ്ലീറ്റ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി കോളേജിലൊക്കെ പോയിട്ട് ടൈമൊന്നും കിട്ടൂലായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലാഗായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് എന്നും സ്ഥിരമായിട്ട് വീഡിയോ കാണും എന്ന് വിചാരിക്കും, എന്നും കാണും. ഇപ്പം എൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് ഉറക്കത്തുനിന്ന് എണീച്ചിരിക്കുന്ന കണക്കൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് സത്യമാണ്. ഞാൻ ഉറക്കത്തുനിന്ന് ഇപ്പം എണീച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം ഞാൻ കളമച്ച വീട്ടിലാണ് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പം എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഞാനും അമ്മയും കൂടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ വീഡിയോ എടുക്കുന്ന കുറച്ച് ദിവസത്തിന് മുമ്പേ എടുത്തൊരു വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുകയാണ്. കാരണം അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്ന് ഒന്നും പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അവിടെ ചെന്നിട്ടും ഞാൻ അതായത് ഞാൻ ശാന്തിഗിരി ഫെസ്റ്റിനാണ് പോയത് കേട്ടോ. ശാന്തിഗിരി ഫെസ്റ്റിന് പോയിട്ട് മുടിഞ്ഞ ആളെന്ന് വെച്ചാൽ ഭയങ്കര ആൾ. അവിടെ ചെന്നിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും എന്ന് വെച്ചാൽ ആളുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ ഒത്തില്ല. അതും പോയത് സൺഡേ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ സൺഡേ ആണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഭയങ്കര ആളും തിരക്കൊക്കെ ആയിരുന്നു. കാറ് പാർക്ക് ചെയ്ത് തന്നെ മറ്റേ പോത്തങ്കോട് രാജകുമാരി അവിടെ അത്രയും ദൂരെ പോയിട്ടാണ് പാർക്ക് ചെയ്ത് തന്നെ. 1.5 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് കാർ. അത്ര സ്ഥലമില്ല, ഭയങ്കര ആളായിരുന്നു. അങ്ങനെ അവിടെ പോയതും അതിൻ്റെ കുറച്ച് കാഴ്ചകളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് എടുത്ത് കാണാൻ ശ്രമിക്കുക. ഉടനെ തന്നെ അടുത്ത എൻ്റെ കുറച്ച് ആർട്ട് വർക്കിനെ കുറിച്ചുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അമ്മ ഒരു ഹായ് പറഞ്ഞ അമ്മ കുറേ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എൻ്റെ ഇവിടെ പോവാമെന്ന് കുറേ നേരമായിട്ട് പറയും. വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ ഒരു മരണം കേട്ടോ. അപ്പം അവിടെയും കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ പോകാമെന്ന് പറഞ്ഞ് കുറേ നേരം കൊണ്ട് എന്നെ വിളിക്കുകയാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്തിട്ടേ വരുവോളെന്ന് പറഞ്ഞുള്ള ഒറ്റ പിടിവാശിയിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഞാനും അമ്മയും കൂടി പോകാനായിട്ട് പോവാണ്. അപ്പോൾ എന്നാൽ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് എല്ലാവരും ബോറടിച്ചിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ശാന്തിഗിരി ഫെസ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് സ്റ്റാറൊക്കെ തൂക്കിയിട്ട് കുറച്ച് ഇതാണ് കാണുന്നത് കേട്ടോ. അത് കണ്ട് ഇങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ദൂരം നടന്ന് പോകാനായിട്ട് ഇങ്ങനെ ഉണ്ട്. നല്ല ഒരു ഭംഗിയുണ്ട്. ഒരു നൈറ്റ് പോകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. രാവിലെ പോകണേക്കാട്ടി രാത്രി പോകുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ സൺഡേ ഒക്കെ ഒഴിച്ച് ബാക്കി ഈ ഹോളിഡേ ദിവസമൊന്നും പോകാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ മുടിഞ്ഞ തിരക്കാണ്. ഇത് പെട്രോയാണ് കേട്ടോ. ശാന്തിഗിരി പെട്രോ. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നത് പെട്രോയിലേക്കാണ്. അവിടെയാണെങ്കിൽ മുടിഞ്ഞ ആളെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ആൾ. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ അന്നദാനം ഇല്ലേ, നമ്മൾ അമ്പലത്തിലൊക്കെ പോയിക്കുന്ന അന്നദാനത്തിന് ഇതുപോലെയാണ്. ഭയങ്കര ഇടി തള്ളുമൊക്കെയാണ്. അത് കണക്കാണ് എനിക്ക് തോന്നിയത്. അന്നദാനത്തിന് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഇവിടെ ഒന്നും എനിക്ക് നേരെ ചൊവ്വ എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യമായിട്ട് ഒരു വീഡിയോ എല്ലാം ഇങ്ങനെ എന്നെയൊക്കെ ഞാൻ ഇങ്ങനെ നിന്നാൽ മതി. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാൽ മതി, അവർ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കോളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. ഇഷ്ടംപോലെ മീനും ഇഷ്ടംപോലെ കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് നേരെ ചൊവ്വേ കാണാനും എല്ലാത്തിൻ്റെയും പേര് അവിടെ ആയിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വലിയ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് വലിയ മീനുകളായിരുന്നു എനിക്കിഷ്ടം. കുഞ്ഞു മീനുകൾ ഇഷ്ടമല്ലെന്നല്ല, ഇഷ്ടമാണ്. പക്ഷേ എല്ലാത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എടുക്കാൻ ഒത്തില്ല. കാരണം അത്ര ഇടിയും തിരക്കും ഒക്കെ ആയിരുന്നു. അമ്മ എന്നിങ്ങനെ വട്ടത്തിന് ചുറ്റി പിടിച്ചേക്കായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ എല്ലാം എന്നെ കാണാതായാലോ എന്നൊക്കെ പേടിച്ച് അമ്മ എന്നെ അങ്ങനെ പിടിച്ചു വെച്ചേക്കണം. അതും കൂടെ കാരണം ഒട്ടും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. സത്യമായിട്ട് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ മീനിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ഈ പക്ഷികളൊക്കെ ഇതാണ് കേട്ടോ. ബേഡിൻ്റെതാണ്. കുറേ ദൂരം അത് കഴിഞ്ഞാൽ പെറ്റ് അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ്. പിന്നെ ഇത് എലികളാണ്. നമ്മൾ വീട്ടിലെ എലി ഉണ്ടെങ്കിൽ സാധാരണ എന്താണ് ചെയ്യണം, അതിനെ അടിച്ച് കൊല്ലുക അല്ലെങ്കിൽ അതിനെടുത്തുകൊണ്ട് കളയുക, ഇതൊക്കെയാണ്. പക്ഷേ കണ്ടോ, ഒരിടത്ത് നമ്മൾ പൈസ കൊടുത്ത് കയറുകയാണെങ്കിൽ ഒരു കണ്ണാടി ഗ്ലാസ്സിനിട്ട് എലീനെ വെച്ചാലും എന്തിനെ വെച്ചാലും കാണാൻ ഇഷ്ടം പോലെ പേരുണ്ട്. അതാണ് നമ്മുടെ മലയാളികൾ, അത് മറക്കരുത്. പിന്നെ ഇതിനിടെ മുള്ളംപന്നിയുണ്ട് കേട്ടോ. വലിയ മുള്ളംപന്നിയല്ല, കുഞ്ഞു മുള്ളംപന്നികളും ഉണ്ട്. ഇതൊരെണ്ണം. പിന്നെ പല വെറൈറ്റി മുള്ളംപന്നികളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എടുത്ത് പക്ഷേ ഫുള്ളിങ്ങനെ ഷേക്കായി ഒക്കെ പോയി. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ മറ്റേ ലവ് ബേർഡ്സ് കണക്കത്തെ പല വെറൈറ്റി, അതുപോലെ പ്രാവുകൾ, വെറൈറ്റി പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹോളിഡേ ദിവസങ്ങളിലൊന്നും പോവരുത്. അല്ലാതെ വർക്കിംഗ് ഡേ അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങൾ പോയാൽ നല്ല സുഖമായി എല്ലാതും പതുക്കെ പതുക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോവാം. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നും കണ്ടു നിൽക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെ ആൾക്കാർ ഇടിച്ചിടിച്ചെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നും നേരെ ചൊവ്വേ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒന്നും പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടു നോക്കി എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇയാളെ പരിചയപ്പെടുത്തരാം. ഇത് നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, ലിയോ. അവനെ കണക്കാണ് കേട്ടോ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ പൂച്ചകളെ സെക്ഷൻ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിരിവിരിക്കപ്പായിരുന്നു. അതിനുശേഷം പാമ്പുകളെ എടുത്ത് കഴുത്തിക്കൂടെ ഇടുന്നു. എനിക്ക് സത്യത്തിൽ പാമ്പുകളെ ഇഷ്ടമല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ വഴി അങ്ങോട്ട് പോയില്ല. എന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റോറുണ്ട്, ഈ മസാജ് സെൻറ്റർ അങ്ങനെ പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും വാങ്ങിക്കാം. പിന്നെ നമ്മളതിൽ ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരാത്തതുകൊണ്ട് പറയാത്തതല്ല, എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല സത്യം പറഞ്ഞാൽ. വലുതായിട്ട് ഭയങ്കര സെലക്ഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്, പക്ഷേ മുടിഞ്ഞ വിലയാണ്. കാര്യമായിട്ട് പറയുന്നത് മുടിഞ്ഞ വിലയായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ചെന്ന് ആ കൂടി കയറാൻ പറ്റിയ റൈഡുകളിലാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല, അത് നമുക്ക് എല്ലാ റൈഡിലും കയറാം. ഈ റൈഡിൽ എൻ്റെ അനിയന് കയറുമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. ലാസ്റ്റ് അവനെ ആ റൈഡിൽ കയറ്റിയായിരുന്നു കേട്ടോ. പാവല അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ട് മാത്രം ആ റൈഡിൽ കയറ്റി. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ചൈനക്കാർ ഇതാണ് ഓർമ്മ വന്നത്, മറ്റേ എന്തോ പാമ്പ് കണക്കുന്ന സാധനം ഉണ്ടല്ലോ അവർ, അതിലൊക്കെ അതൊക്കെ കണ്ട് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഗോസ്റ്റ് റൈഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. റൈഡല്ല, ഗോസ്റ്റിൻ്റെ ഒരു ഇത്. അവിടെ ഒന്നും ഞാൻ പോയില്ല, എനിക്ക് അറ്റാക്ക് വന്നു. എനിക്ക് സത്യത്തിൽ ഭയങ്കര പേടിയാണില്ല. പേടിയായതുകൊണ്ട് നമ്മൾ പേടിയില്ലാത്ത കാര്യം മാത്രം നോക്കി നിന്നു, അതൊക്കെയാണ്. പിന്നെ ആ ഒരു മീനിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇറങ്ങിയില്ല. ആ റൈഡിൽ ഞാൻ കയറിയായിരുന്നു. എൻ്റെ അനിയൻ ഇരുന്ന് കൈ കാണിക്കുന്നു. അവൻ ഒറ്റ പേടിയായതുകൊണ്ട് എൻ്റെ ചേട്ടനും കൂടെ കേട്ടോ കൂടെ പോയത്. അവരെന്തായാലും പോയിട്ട് വരട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഞാനും ദേവും കൂടി കുറച്ച് നേരം, പാവം ദേവു എൻ്റെ കയ്യിൽ വന്നപ്പോഴത്തേക്ക് ഞാനും ദേവുട്ടിയും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഓരോ റൈഡിലൊക്കെ കയറണമെന്നുണ്ട്, കാണാൻ പറ്റിയില്ല. പോട്ടെ, ഏതാ 1-2 റൈഡിലാണ് ഞാൻ കൂടി കയറിയത്. എനിക്ക് വാട്ടർ ഷോ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. വാട്ടർ ഷോ എന്ന് പറഞ്ഞാൽ എന്തോ ഇങ്ങനെ മാത്രമേ നിൽക്കത്തുള്ളൂ, വാട്ടർ ഷോ ആയിട്ട് നമുക്ക് ഇതാക്കാം. എന്നിട്ട് അടുത്ത പിന്നെ കുറേ പ്രതിമകളാണ് കേട്ടോ. അതിൻ്റെ അമ്മ ആനേനെ എടുത്തൊക്കെ പോയിരുന്ന ഫോട്ടോസും വീഡിയോസും എടുത്ത് ദേവിനെ സിംഹത്തിൻ്റെ മുമ്പ് നിർത്തി. എനിക്ക് പറ്റിയ കുരങ്ങനായതുകൊണ്ട് ഞാൻ കുരങ്ങൻ്റെ അടുത്ത് മാത്രമേ പോയി നിന്നോളൂ, നമ്മളെ വർഗത്തിന് തിരിച്ചറിയണമല്ലോ. പിന്നെ ആർട്ടിഫിഷ്യൽ ചക്ക എല്ലാം കണ്ട് നേരെ പോകുമ്പോഴത്തേക്ക് ഒരു എല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടമൊക്കെ അത് അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ബോക്സിൽ ഈ കൊക്കിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല രസമാണ് കേൾക്കാനായിട്ട്. എന്നിട്ട് ഞാൻ സത്യത്തിൽ ഇത് പ്രതിമയെന്നാണ് വിചാരിച്ചത്, സത്യത്തിൽ അത് ഒറിജിനലായിരുന്നു. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഇതെന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ഫ്ലവർ ഷോ ആണ്. കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി പൂക്കളും ഉണ്ട് കേട്ടോ. ഒരു 3-4 കിലോമീറ്റർ മൊത്തത്തിൽ നമുക്ക് നടന്ന് കറങ്ങി കാണാനായിട്ട് ഈ ശാന്തിഗിരി ഫെസ്റ്റ് ഉണ്ട്. നടക്കാൻ വയ്യാത്തവരൊന്നും ദൈവത്തോർത്ത് വരരുത്, വന്നു കഴിഞ്ഞാൽ ഊപ്പാടഞ്ചും വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇഷ്ടംപോലെ കാണാനുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ നടക്കാനുണ്ട്, ഇഷ്ടംപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലങ്ങൾ, എല്ലാത്തിനും പറ്റിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നടന്ന് നമ്മൾക്ക് കാലിൻ്റെ ഫിലമെൻറ്റ് പോകുന്നു എനിക്ക് തോന്നുന്നത്, അത്രയ്ക്ക് നടക്കാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂച്ചകളൊക്കെ, എനിക്ക് ഈ പൂച്ചകളെയും പട്ടികളെയും കാണാൻ ഭയങ്കര ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇങ്ങനെ ഞാൻ ചെറുപറായി എടുത്ത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ശാന്തിഗിരിയുടെ ഇതിൽ ഈ
ഉണക്കി വെച്ചേക്കുന്ന മരത്തിൻ്റെ തണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ എല്ലാം ഇങ്ങനെ നേരെ കയറി കണ്ട് ഇങ്ങനെ പിന്നെ ആയപ്പോഴത്തേക്ക് നിൽക്കാൻ വയ്യ. കുറേ ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ ഇതൊക്കെ ആയുർവേദ ചികിത്സയുടെ ഓരോ ഇതാണ് കേട്ടോ. ഈ ഓരോ ഈ മർമ്മങ്ങൾ ഇതാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോന്നിങ്ങനെ ഇത് അലോപ്പതി അല്ലാതെ ഔഷധ ഇതായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ സംഭവങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ ഇത് മറ്റേ ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനുമായിട്ടുള്ള ഒരു പ്രത്യേക അത് പ്രത്യേക ഇതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ മനുഷ്യ ശരീരത്തിലെ ഓരോരോ പാർട്സുകളാണ്. എനിക്ക് അതിൽ സങ്കടം തോന്നിയ കാര്യമുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കാണാൻ പറ്റിയത് വലിയൊരു സന്തോഷമല്ല, കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരിത്. എനിക്ക് അതിനെക്കാട്ടി ഭയങ്കര സങ്കടമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് മരിച്ചു പോയതാണ് പക്ഷേ കുഞ്ഞിനെ അതുപോലെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അതും ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് സങ്കടം, ബ്രെയിനിൻ്റെ ഓരോ പാർട്സൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒരു സെക്ഷനായിട്ട് നമുക്ക് ഈ പഠിക്കാനുള്ളവർക്ക് ഇതിങ്ങനെ നോക്കി എല്ലാം നമുക്കിങ്ങനെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഏതായാലും ഒരു കുഞ്ഞല്ലേ എന്നുള്ള ഒരു ഇത് കാരണം പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങ് എനിക്കതെന്തോ ഭയങ്കര ഫീലായിട്ട് ഇനി അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അടുത്തത് പണ്ടത്തെ കുറേ ഈ ഉപകരണങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ ഇങ്ങനെ റിബൺ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനത്തെ ഏറ്റവും ലാസ്റ്റ് വെണ്ണക്കൽ താമരയുടെ തെത്തി എല്ലാവരും അകത്തൊന്നും കയറിയില്ല, ജസ്റ്റ് പുറമേ നിന്ന് കണ്ടിട്ട് വന്നു. കാരണം എല്ലാവരും ഇപ്പോഴേ ക്ഷീണിച്ചു. നമ്മൾ 7 മണിക്ക് വന്നതാണ്, ഇപ്പം സമയം 11 മണിയായപ്പോൾ എല്ലാവരും നടന്ന് ക്ഷീണിച്ച് 4 കിലോമീറ്റർ നടക്കാനും ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കാണാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ഒരു കുഴിമന്തിയെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.